നെക്സോരീനയുടെ സ്പോർട്സ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ മേജർ ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു F1 സീസണാണ് ഈ 2026 സീസൺ. അതിലെ ആദ്യത്തെ ഗ്രാൻഡ് പ്രീ ആയിരുന്നു ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ. മെഴ്സിഡീസിന്റെ ആധിപത്യം തന്നെയായിരുന്നു ഈ ഗ്രാൻഡ് പ്രീയിലുടനീളം ഉണ്ടായത്. ക്വാളിഫയിങ്ങിലും അവർ ആദ്യത്തെ 2 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. പിന്നീട് ഫൈനൽ റേസിലും അവർ ആദ്യത്തെ 2 പോൾ പൊസിഷൻസ് സ്വന്തമാക്കി. ജോർജ് റസൽ അങ്ങനെ സീസണിലെ ആദ്യത്തെ ജേതാവായി മാറി. കൂടാതെ മെഴ്സിഡീസിന്റെ തന്നെ കിമി 2ാം സ്ഥാനം നിലനിർത്തി. 3ാം സ്ഥാനത്തേക്ക് ഷാർല ക്ലർക്കും 4ാം സ്ഥാനം ലൂയിസ് ഹാമിൽട്ടണും സ്വന്തമാക്കി. മെഴ്സിഡീസ് ഫെരാരി പോരാട്ടം തന്നെയായിരുന്നു ഈ ഗ്രാൻഡ് പ്രീയിലുടനീളം ഉണ്ടായത്. ഷാർല ക്ലർക്കിന് തുടക്കത്തിൽ ലീഡ് ലഭിച്ചെങ്കിലും സേഫ്റ്റി കാർ ടൈമിൽ കറക്റ്റ് സമയത്ത് പിറ്റ് ചെയ്തിരുന്നത് ഷാർല ക്ലർക്കിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ ഒരു കാരണമായി. ലൂയിസ് ഹാമിൽട്ടണും മികച്ച ഒരു പോരാട്ടം തന്നെയാണ് നടത്തിയത്. 7ാം സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് 4ാം സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചു. ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയത് മാക്സ് വെസ്റ്റാപ്പൻ തന്നെയാണ്. ക്വാളിഫയിങ്ങിൽ അദ്ദേഹം 20ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം ഗ്രാൻഡ് പ്രീ ഫിനിഷ് ചെയ്തപ്പോൾ 6ാം സ്ഥാനത്തേക്ക് വന്നിരുന്നു. അതായത് 14 സ്ഥാനങ്ങൾ അദ്ദേഹം മറികടന്നിരുന്നു. ഇസാക് ഹാജറിന് ക്വാളിഫയിങ്ങിൽ 3ാമത്തെ പൊസിഷൻ ലഭിച്ചെങ്കിലും കാറിലെ തകരാറ് മൂലം അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടതായി വന്നു. തുടക്കക്കാരനായ അർവിൻ ലിൻഡ്വാർഡ് തൻ്റെ ആദ്യത്തെ ഗ്രാൻഡ് പ്രീയിൽ തന്നെ പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചു. റേസിംഗ് ബുള്ളിന് വേണ്ടി അദ്ദേഹം നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടാതെ മാക്സ് വെസ്റ്റാപ്പനുമായിട്ട് ഒരു മത്സരം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫണിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഓടിയും ഗബ്രിയലിലൂടെ പോയിന്റ് സ്വന്തമാക്കി ഈ ഗ്രാൻഡ് പ്രീയിൽ. ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് ഓസ്കാർ പിയസ്ട്രിക്കാണ്. തൻ്റെ സ്വന്തം നാട്ടിൽ നടന്ന മത്സരത്തിൽ മത്സരത്തിന് തൊട്ട് മുൻപേ നടന്ന ഒരു ക്രാഷിൽ പുറത്താകേണ്ടി വന്നു. ഫ്രണ്ട് വേൾഡ് ചാമ്പ്യനായ ലാൻഡോ നോറിസ് 5th പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. അദ്ദേഹം പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ എനർജി മാനേജ്മെന്റിനെ പറ്റി വിമർശനം ഉയർത്തിയിരുന്നു. എന്തായാലും പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം നേടാൻ സാധിച്ചത് മെഴ്സിഡീസ് തന്നെയാണ്. അവരൊരു റോക്കറ്റ് ഷിപ്പ് തന്നെയാണ് ഉണ്ടാക്കിയതെന്നാണ് തോന്നുന്നത്. എന്തായാലും അവരുടെ ആധിപത്യത്തിന്റെ തുടർച്ച ചൈനയിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം. എന്തായാലും അടുത്ത റേസ് വീക്കെൻഡിനായിട്ട് കാത്തിരിക്കുന്നു.